ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പൊള്ളാച്ചി സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൊള്ളാച്ചിയിലുള്ള ജെല്ലിപ്പെട്ടി എന്ന് പറയുന്നൊരു വില്ലേജിലാണ് കേട്ടോ. അതായത് ആളിയാർ ഡാമിൻ്റെ അടുത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമൊക്കെ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഗ്രീൻ മൗണ്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേരിട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആണിത്. നല്ലൊരു മാവിൻ തോട്ടത്തിലാണ് നമ്മുടെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ എത്തിയപാട് തന്നെ ചെറിയ മോളും അളിയനും കുട്ടികളൊക്കെ പൂളിൽ ചാടിയുണ്ട്. ഓരോ നിർബന്ധത്തിനാണ് നമ്മൾ പൂളുള്ള റിസോർട്ട് തന്നെ എടുത്തത്. നമുക്കങ്ങനെ പൂള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പൂളിൽ കളിക്കുക എന്നുള്ളത്. അപ്പോൾ ഓർക്കത് വേണം നിർബന്ധേനും അങ്ങനെ എടുത്താണിത്. പിന്നെ നമ്മളിതാ ഈവനിങ് ആയപ്പം ചായ കുടിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ കഴിക്കുന്നത് മഷ്റൂമിൻ്റെ പപ്സാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയും കഴിക്കുകയൊക്കെ ചെയ്യാണ്ടത്. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു. ഇത് നമ്മൾ ആ തെങ്ങുംതോട്ടത്ത് പോയി തിരിച്ചു വരുന്നതാണ് കേട്ടോ. അത് പുറത്തുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്താണ്ട് നിന്നത്. നമ്മളിതാ കിച്ചണിൽ പോയിട്ട് ഉപ്പ് വാങ്ങണം നെല്ലിക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഇരുട്ടായി വരുന്ന ഈ ഒരു ടൈം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ആ ഒരു വ്യൂ ലൈറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സമയം ഒന്ന് അവിടെ ഇരുന്ന് അതൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന്. കളങ്ങി കാറിലുണ്ട്. സന്തോഷമായ വരണേട്ടാ. ഉപ്പതാ. പിന്നെ ഇത് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. കാരണം എനിക്ക് നല്ല തലവേദനയും പോയപ്പോൾ കുറേ യാത്രയൊക്കെ ചെയ്താണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തൊരു ഹോട്ടലിലും പോയി ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഞങ്ങൾ പോയി തിരിച്ച് വന്നതിന് ശേഷം കുട്ടികളൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. കഴിച്ച ഫുഡൊക്കെ ഒന്ന് ദഹിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഇവർ. രാത്രിയൊക്കെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ ഇവിടെ. പകൽ നല്ല ചൂടും രാത്രിയായപ്പം നല്ല തണുപ്പുണ്ട് പുറത്ത്. നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. നമുക്ക് റൂമിൽ പോകാനേ തോന്നുന്നില്ല. ഇവിടെ ഇങ്ങനെ സംസാരിച്ചും കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇതേപോലെയുള്ള കുറച്ച് ക്വാളിറ്റി ടൈംസ് നമ്മൾ ഒരുമിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണല്ലോ ജീവിതത്തിലൊരു സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ ഒരു രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. 12 മണിയാകുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ആവേണ്ടത്. അപ്പോൾ സമയം രാവിലെ 7 മണിയോ അങ്ങനെ എന്തോ ആയിട്ടേ ഉള്ളൂ. ഇതാ ദൂരെ വിൻമില്ല് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കിതിൽ. ഇതിപ്പം മാങ്ങ ഉണ്ടാവുന്ന സീസൺ എങ്ങാനും ആയിരുന്നെങ്കിൽ നമുക്കൊരു ചാക്കെങ്ങാനും എടുക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ ആ ഒരു ടൈമല്ല. ചില മാവിലൊക്കെ ഇങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മാങ്ങ ഉണ്ടാവാനുള്ളതാണോ എന്നറിയില്ല. ചിലപ്പോൾ തൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഈ മലയടിവാരത്തിൽ ഇങ്ങനെ കിളികളുടെ സൗണ്ടും കേട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ.
അതേപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ, ഇവിടെ ഒരുപാട് മയിലുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കോഴിയൊക്കെ നടക്കുന്ന പോലെയാണ് ഇവിടെ മയില് തോട്ടത്തു കൂടിയൊക്കെ ഇങ്ങനെ തിന്നാനുള്ളതൊക്കെ കൊത്തിപ്പെറുക്കി നടക്കുന്നത്. നമ്മൾ പോയ റോഡിലും ഒക്കെ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ മയിലിനെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഇങ്ങനെ തൊട്ടടുത്തൊക്കെ നമ്മളെ നാട്ടിലൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആർപ്പ് വിളിയും ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് മയിൽ ഞങ്ങളെ കണ്ട് പേടിച്ചോടുകയാണ്. പിന്നെ നമ്മളെല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി നേരെ ഇതാ കിച്ചണിലേക്ക് പോയതാണ്. എല്ലാവർക്കും ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചാലേ ഒന്ന് നമുക്കൊരു എനർജിയും കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. 8:30 ആണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് മുറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടേ മേലോട്ട് പോവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടുന്ന് ചെക്കൗട്ട് ആവും. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൂടി ഇവിടെ മുറ്റത്തൊക്കെ ഇരുന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഇരുന്നാണ്. ഈ ഒരു റിസോർട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് ഏരിയ ഇവർ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ നട്ട് വളർത്തിയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവരെ സമ്മതിക്കണം. നമുക്ക് ഒരു ചെടി പോലും ഇങ്ങനെ വളർത്താൻ കഴിയില്ല. ആ ഒരു സ്ഥലത്താണ്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വെള്ളം പോലും റെയറായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവർ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലവും. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പൊങ്കലും നെയ്റോസ്റ്റും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. നെയ്റോസ്റ്റ് നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ചൂടോട് കൂടി ഉണ്ടാക്കി തരികയാണ് ചെയ്യുക. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിലും ഇവരുടെ ഈ ഒരു ഇഡ്ഡലി സാമ്പാറിന് ഇന്നൊരു ടേസ്റ്റ് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അതിന് കിട്ടില്ല. ചട്നിയൊന്നും ഒരു രക്ഷയില്ലാനും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊക്കെ നന്നായി ഫുള്ളാക്കിയിട്ടുണ്ട് കഴിച്ചിട്ട്.
ഇവിടെ ഉള്ളവരങ്ങനെ നമ്മൾ കഴിച്ച പാത്രം ഓരോ കഴിച്ച പാത്രം ആർക്കും തോന്നിയിട്ടില്ല. കുറച്ച് സമയം കൂടി നമ്മൾ പുറത്തൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്നിട്ടുള്ള കുറച്ച് സമയത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻസും അറിയിക്കണം കേട്ടോ. അപ്പം ഇനി ഞാൻ അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.